2 ദിവസമായിട്ട് കാണുന്ന പടങ്ങളൊക്കെ ഒരു വകയാണ്. അതിലെ ലേറ്റസ്റ്റ് അഡീഷൻ ആയിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്. കണ്ടിട്ട് റിവ്യൂ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ്. പിന്നെയും കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ഈ പടം റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അത് കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ലവ് ഹേർട്സ് ജോനാഥൻ ഈസി ബയോ സംവിധാനം ചെയ്ത് കെ ഹുയ് ക്വാൻ നായകനായി വന്ന ഈ ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. മാർവിൻ ഗേബിൾ എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് ഒരു വാലന്റൈൻസ് ഡേയിൽ നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. പോസിറ്റീവ്സ് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ ആക്ഷൻ കൊറിയോയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. നമ്മുടെ പഴയ ജാക്കി ചാൻ പടങ്ങൾ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു ജാക്കി ചാൻ പടങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഈ സിനിമ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. നമ്മുടെ നായകൻ മച്ചാൻ കെ ഹുയ് ക്വാന്റെ ആക്ഷൻ ഒക്കെ സൂപ്പറാണ്. എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൽ അഭിനയിച്ച് കുത്തിയിരുന്നുള്ള അവാർഡെല്ലാം മേടിച്ച ഒരു ആക്ടറാണ് പുള്ളി. ആക്ഷൻ കൊറിയോഗ്രാഫർ കൂടിയാണ്. സ്വാഭാവികമായിട്ടും സ്റ്റണ്ടൊക്കെ നൈസ് ആയിരിക്കും, ഫണ്ണിയുമാണ് പുള്ളി. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു നടനാണ്. പിന്നെ പോസിറ്റീവ്സ് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചില ക്യാരക്ടേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രസകരമായിട്ടുള്ള കഥാപാത്രങ്ങൾ, എല്ലാവരും കൂടി എന്തോ രസകരമായിട്ടുള്ള ഒരു വൻ സംഭവമാണ് തരാൻ പോകുന്നത് എന്നൊരു പ്രതീതി തരുന്നുണ്ടായിരുന്നു സിനിമ. സോ നൈസ് ആയിട്ടാണ് പടം തുടങ്ങിയത്. ആ ബിൽഡ് ചെയ്ത് വെച്ച ആ ഒരു വേൾഡ്, ആ ഒരു ലൊക്കേഷൻ, ഇതിന്റെ ക്യാമറ, കളർ ഗ്രേഡിംഗ് ഒക്കെ നൈസാണ്. പക്ഷെ ഈ പൊലിമ മാത്രം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? സ്ക്രിപ്റ്റ് കൂടി ബെറ്റർ ആകണമല്ലോ. പെർഫോമൻസ് ഒക്കെ എല്ലാവരും ഓക്കെ ആയിരുന്നു എന്ന് പറയാം. നായകനെയും നായിക റോസായിട്ട് വന്ന അരിയാന ഡിബോഴ്സ്, ഇവർ രണ്ടുപേരുടെയും ഉൾപ്പെടെ ആരുടെയും പെർഫോമൻസ് അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒന്നും തോന്നുന്നില്ല. ടെക്നിക്കലി നൈസ് ആയിട്ടുള്ള ഒരു പടമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ക്യാമറ, എഡിറ്റിംഗ്, കളറിംഗ്, അതുപോലെ പ്രൊഡക്ഷൻ ഡിസൈൻ, മ്യൂസിക് ഒക്കെ കൊള്ളാമായിരുന്നു. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉൾപ്പെടെ നെഗറ്റീവ്സ് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കഥാപാത്രങ്ങളോട് നമുക്കൊരു കണക്ഷനും ഒന്നും തോന്നുകയല്ല. അപ്പൊ നായകൻ ചത്താലും നായിക ചത്താലും നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. ഇവർക്ക് എന്നേലും വരട്ടെ എന്നൊരു തോന്നലാണ് നമുക്ക്. ഈ രഹസ്യമായിട്ട് ജീവിക്കാൻ പോയ ആൾക്കാരെ, ഇപ്പോൾ ലിയോയിലെ പാർത്ഥിവനെ നിങ്ങൾ ഓർക്കുക. അങ്ങനെയുള്ള പുതിയൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന ആരെങ്കിലും അവരുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ച് വലിയ ഫ്ലെക്സ് ഒക്കെ ടൗൺ മുഴുവൻ അടിച്ചു നിറയ്ക്കുമോ? അവിടെ തന്നെ പടത്തിന്റെ ലോജിക്ക് തീർന്ന്. യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെ പടം എന്നൊക്കെ കേട്ടപ്പോൾ എന്തോ വലിയ സംഭവമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് വാട്ട് കോക്കനട്ട് ഈസ് ദിസ്? ഒരു കഥയും ഇല്ലാതെ ചുമ്മാ ആക്ഷൻ സെറ്റപ്പിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സെറ്റപ്പും ടെക്നിക്കൽ സപ്പോർട്ടും പണവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ല പടം പിടിക്കാമായിരുന്നു. എത്ര ഏത്തപ്പഴം വാങ്ങി പുഴുങ്ങി തിന്നായിരുന്നു. ഇതിന്റെ അവസാനം നായകനും നായികയും അതുപോലെ തന്നെ നായകന്റെ അസിസ്റ്റന്റും ഗുണ്ടയും ഇവര് എല്ലാവരും ഒന്നിക്കുന്ന, സംഗമിക്കുന്ന എന്തോ വലിയ സംഭവമായിട്ട് ലവ് ഹേർട്സ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് പടം തീർക്കുന്നുണ്ട്. ചുമ്മാ കുറെ കഥാപാത്രങ്ങളാണ്. അവരുടെ വികാരങ്ങളോട് നമുക്ക് യാതൊരു ഇമോഷണൽ കണക്ഷനും തോന്നാതെ ഇവരിപ്പോ ഒന്നിച്ചാലോ വേർപിരിഞ്ഞാലോ എന്ത് കാണിച്ചാലോ നമുക്കെന്താ എന്നാണ് എനിക്ക് തോന്നിയത്. സോ ആകെ മൊത്തം ടോട്ടലിൽ കഷ്ടപ്പെട്ട് ഞാൻ ഇഷ്ടപ്പെടാൻ നോക്കിയിട്ടും ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ ഒരു പടമാണ് ലവ് ഹേർട്സ്. എനിക്ക് പേഴ്സണലി വെറും തല്ലിപ്പൊളി പടമായിട്ടാണ് തോന്നിയത്. എന്റെ ടൈം വേസ്റ്റ് ആയിപ്പോയി. കച്ചറപ്പടം, കൂതറപ്പടം എനിക്കെങ്കിലും ഇഷ്ടമായില്ല. സ്റ്റിൽ ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ചിലർക്ക് ഇത് അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ടൊക്കെ തോന്നിയേക്കാം. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നിയെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. പിന്നെ ഇത് റെക്കമെൻഡ് ചെയ്ത ബ്രോയോട് ഇനിയും നീ ഇതുവഴി വരില്ലേ, ആലകളെയും തെളിച്ചു.